ചീരകളിൽ ഏറ്റവും ഹെൽത്തി എന്നറിയപ്പെടുന്ന പൊന്നാങ്കണ്ണി ചീര കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കിയാലോ? ചെറുതായി അരിഞ്ഞ ചീര, തേങ്ങ ഒരു പിടി, ചുമന്നുള്ളി 10 എണ്ണം, പച്ചമുളക് അല്ലെങ്കിൽ നമ്മുടെ കാന്താരി, കറിവേപ്പില. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് 1 സ്പൂൺ അരിയാണിപ്പോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി അതിനുശേഷം നമുക്ക് ചുമന്നുള്ളിയും നമ്മുടെ കറിവേപ്പിലയും കാന്താരി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒത്തിരി നേരം വഴറ്റേണ്ട കാര്യമില്ല. ചെറുതായി ഒന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയും ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ അവനവൻ്റെ ആവശ്യത്തിന് ചേർക്കാവുന്നതാണ്. തേങ്ങ നല്ല ചെറുതായിട്ടാണ് ചിരകി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചീര വെന്ത് വരുന്നതിനൊപ്പം തന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു 5 മിനിറ്റിനകം തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു രുചികരമായ ചീരക്കറി തന്നെയാണ് പൊന്നാങ്കണ്ണി ചീര. പിന്നെ പൊന്നാങ്കണ്ണി ചീരയുടെ ഗുണഗണങ്ങൾ നമ്മൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ കേൾക്കുന്നുമുണ്ട്, കാണുന്നുമുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് നട്ട് നനച്ച് വളർത്തിയ എൻ്റെ ചീരയാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നല്ലൊരു തോരൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിരിക്കുന്നു. താങ്ക് യു ഓൾ.